നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. ഒരു ഡ്രൈവറുടെ ഹെൽപ്പ് പോലും ഇല്ലാതെയല്ലേ കാർ ഓടിച്ച് അമ്മുവിന്റെ വിവാഹ വാർഷികത്തിൽ പങ്കെടുക്കാനായിട്ട് വന്നത്. എന്നിട്ട് സദ്യ കഴിക്കാതെ പോകുന്നത് ശരിയാണോ? നീ എന്താടാ ആളെ പൊട്ടനാക്കാണോ? നിന്റെ അമ്മുന്റെ പിന്നാലെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു. അപ്പച്ചി ഇവിടെ വന്നിറങ്ങിയത് ഞാനും കണ്ടതല്ലേ. അപ്പോഴേ ഞാൻ ആലോചിക്കുക, അമ്മു ക്ഷണിച്ചിട്ടാണോ കവിത അപ്പച്ചി ഇത്രയും ദൂരം ഡ്രൈവ് ചെയ്ത് വന്നതെന്ന്. എനിക്ക് വരാനേ ഒരു തിടയും ക്ഷണം വേണ്ട. പക്ഷേ ഞാൻ ക്ഷണിച്ചിട്ട് വന്നതാ. എന്നെ നിർബന്ധിച്ച് വിളിച്ചതേ ദേ അവന. അമ്മ അവളുടെ വിവാഹ വാർഷികത്തിന്റെ കാര്യം അമ്മയോടും സ്വാതിയോടും കാവേരി അപ്പച്ചയോടും പറഞ്ഞു. പക്ഷെ ഞാൻ അറിയുന്നതേ സഞ്ജയ് പറഞ്ഞിട്ടാ. അവനാ എന്നെ ക്ഷണിച്ചത്. ഞാൻ ഓഫീസിലേക്ക് പോകുന്ന വഴി ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കയറിയതേ ഈ മുണ്ടും ഒരു ഷർട്ടും വാങ്ങി അങ്ങിട്ടു. ക്ഷേത്രത്തിൽ മുണ്ട് ധരിച്ചേ പോവാണെന്നേ അമ്മ പറഞ്ഞിട്ടുണ്ട്. ഹലോ, ഇവിടെ ഇവിടെ ഇങ്ങോട്ട് വാ, എനിക്ക് പോണം. വരൂ. ഇതാര്? CBI ആന്റിയോ? ആന്റി തൊഴാൻ വന്നതാണോ അതോ അമ്മ ക്ഷണിച്ചിട്ട് വന്നതാണോ? അപ്പച്ചി തൊഴാൻ വന്നതാ. കാറിൽ കയറി പോവാൻ നേരത്താ അപ്പച്ചി ഞാൻ കണ്ടത്. അത് നന്നായി. നിങ്ങൾ സത്യാലയം വരെ വന്നിട്ട് പോയതല്ലേ? അതിനുള്ള മറുപടി നിങ്ങളോട് ഞാൻ പറഞ്ഞു കഴിഞ്ഞതാ. ചന്ദ്രൻ പിള്ള സാറേ, സദ്യ കഴിഞ്ഞിട്ടില്ലെങ്കിൽ ആന്റിക്ക് ഒരു ഇലയിടാനുള്ള ഏർപ്പാട് ഞാൻ ചെയ്തേനെ. ഞങ്ങളുടെ ഒരു സന്തോഷത്തിനാ അല്ലേ അമ്മൂസേ? ഞാൻ ഇവരെ സഞ്ജു പറഞ്ഞ പ്രകാരം വന്ന് ക്ഷണിച്ചതായിരുന്നു സഞ്ജയ്. വേണ്ടാന്ന് പറഞ്ഞു പോവുകയും ചെയ്തു. അപ്പച്ചി ഇതുവരെ വന്നതല്ലേ? അമ്മുന്റെ വെഡിങ് ആനിവേഴ്സറിയാ. ഇനി അങ്ങനൊന്നും ഉണ്ടാവാൻ പോകുന്നില്ല. അതിനു മുമ്പേ ഡിവോഴ്സ് നടക്കും. തമ്മിൽ കലഹിച്ചല്ല വേർപിരിയുന്നത് എന്നൊരു സവിശേഷതയുണ്ട്. കറക്റ്റ്. അതുകൊണ്ടാ ആ ദിവസം ലളിതമായിട്ടൊന്ന് നാട്ടുകാരുമായിട്ട് ആഘോഷിക്കളയാന്ന് വെച്ചത്. അപ്പച്ചി അപ്പച്ചി അങ്ങനെ അങ്ങ് പോയാലോ? ഒന്ന് നിന്നേ. ആന്റി ക്ഷണിക്കാത്ത സദ്യ ഉണ്ണുന്ന ആളൊന്നുമല്ല. വിട്ടേക്ക്. ചന്ദ്രൻപിള്ള സാർ എന്നോടൊന്ന് വന്നോട്ടെ. ആ പാചകക്കാരുടെ പണം ഒന്ന് സെറ്റിൽ ചെയ്യണം. ഞാനിപ്പോ വരാം സഞ്ജു. ഞാനും അമ്മു എന്തായാലും കവിത അപ്പച്ചി ഇവിടെ വന്ന കാര്യം വീട്ടിൽ പറയാൻ പോകുന്നില്ല. അതിന്റെ അപമാനം അപ്പച്ചിക്ക് തന്നെയാ. അപ്പച്ചിക്ക് ഒരു നാണക്കേട് ഉണ്ടാവുമെന്ന് കരുതി മാത്രം പറയാതിരിക്കുന്നതാ. കവിതേച്ചി ഇപ്പോഴും നാടകം വിശ്വസിച്ചിട്ടില്ലെന്ന് വേണം കരുതാൻ. വിശ്വാസക്കുറവുണ്ടായിരുന്നു. ഇന്നത്തോടെ അത് തീർന്നു കാണും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.